അടിപൊളി മൂവിയാടാ, ഒരു രക്ഷയില്ല. എന്താ പറയുക, ലാലേട്ടൻ്റെ ഒപ്പം കട്ടക്ക് പിടിക്കാനായിട്ട് ആ പയ്യനെ പറ്റിയിട്ടുണ്ട്. എന്നാലും കൊള്ളാം, നല്ലൊരു ക്യാരക്ടർ എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ പറയുക, പുതിയൊരു ലാലേട്ടനല്ല, എല്ലാം കൂടി ചേർന്നൊരു ലാലേട്ടൻ എന്ന് പറയില്ലേ, സൂപ്പറായിട്ടുണ്ട്. ലാലേട്ടൻ ഒരു മാറ്റം വന്നിട്ടില്ല. കോമഡിയാണ്, എന്താ പറയുക, ഒരുപാട് വൃത്തിയായിട്ട് കോമഡിയല്ല. എന്താ പറയുക, നമ്മളെ ഹാപ്പി ആക്കുന്ന കോമഡി എന്ന് പറയില്ലേ, വെറുതെ ചിരിച്ചിട്ട് അടുത്ത സെക്കൻഡിൽ വേറെ, അതല്ല, ഒരു ഹാപ്പി ആക്കുന്നൊരു മൈൻഡ് ഫ്രീ ആക്കുന്നൊരു സിനിമ. അടിപൊളി, അതായത് നമ്മുടെ മൈൻഡ് സെറ്റാക്കി പുറത്തിറക്കും എന്ന് പറയില്ലേ, നമ്മൾ എന്താ പറയുക ഓട്ടോമാറ്റിക്കലി ഒരു താളത്തിൽ പുറത്തിറങ്ങും പറയില്ലേ, അങ്ങനത്തെ ഒരു മൂവി സൂപ്പറാണ്. ലാലേട്ടൻ്റെ ഫാൻസിന് അറിയാം, ലാലേട്ടൻ ചിരിച്ചാൽ നമ്മളും ചിരിക്കും, ലാലേട്ടൻ ഒന്ന് ചമ്മിയാൽ നമ്മളും ചമ്മും. ലാലേട്ടൻ എന്താ പറയുക, ലാലേട്ടൻ എന്തൊരു സിനിമ ചെയ്യുന്നു അതൊക്കെ നമ്മൾ താളം വരെ പിടിക്കും, അതാ ലാലേട്ടൻ. ഹൃദയപൂർവ്വം നമുക്ക് ഈ പടത്തിന് ഈ ടൈറ്റിൽ തന്നെ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ കണ്ടന്റ് അങ്ങനെയാണ്, അത്രയ്ക്ക് ഹൃദയ സംബന്ധമായിട്ട്, അതായത് ഹൃദയത്തിലൊരു നോവ്, സ്നേഹം, ആത്മാർത്ഥ, സത്യസന്ധത ഉള്ളവർക്കെല്ലാം പറ്റിയിട്ടുള്ള ഒരു സിനിമയാണ്. ലാലേട്ടൻ്റെ കരിയറിൽ ഇങ്ങനെയൊരു റോൾ ആദ്യമായിട്ടാണ്, കാരണം ഈ ഒരു ക്യാരക്ടർ ആദ്യമായിട്ടാണ്. അഭിനയ മികവച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ ഒരു വജ്രായുധമാണ്. കാരണം നമ്മളിപ്പോൾ പറയുന്ന ഈ കേരളം ഞെട്ടുമെന്ന് പറഞ്ഞ ഒരു വാർത്ത ഹൃദയപൂർവ്വത്തിലൂടെ കേട്ടതുപോലെ എനിക്ക് തോന്നി. കാരണം അത്ര നല്ല രസമായിട്ട്, ഇതിലൊരു ഡബിൾ മീനിങ് കോമഡിയല്ല, ഇത് നല്ല പെർഫെക്ഷനായിട്ട് നല്ല നോർമലായിട്ടുള്ള കോമഡിയാണ്. ഇതിൻ്റെ റൈറ്റിംഗ് മികച്ച റൈറ്റിംഗാണ്, അതുപോലെ തന്നെ ഡയറക്ഷൻ അടിപൊളിയാണ്, BGM അടിപൊളിയാണ്, ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് അടിപൊളിയാണ്. എന്തായാലും ഈ സിനിമ നമ്മൾ പറയുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ എന്താണ് ഒരു സിനിമയിൽ ഇഷ്ടപ്പെടുന്നത് അതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സിനിമയാണ് ഹൃദയപൂർവ്വം. ഇത് ഞാനൊരു വെറുതെ വന്ന് നുണ പറയുകയല്ല, ഇത് സത്യസന്ധമായി പറയുന്നതാണ്. നിങ്ങൾക്ക് സിനിമ തിയേറ്ററിൽ കാണണോ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ, തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണുക. ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. നിങ്ങൾ ഇനി ഒട്ടും മടിക്കേണ്ട, ഈ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാൻ സാധ്യതയില്ല, ഉറപ്പിച്ചോ നിങ്ങൾ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടൂല. അത്ര നല്ല സ്ക്രിപ്റ്റായിട്ടുള്ളൊരു സിനിമയാണ്. എന്തായാലും ദയവ് ചെയ്ത് എല്ലാവരും ഒരു നെഗറ്റീവിനെയും നിങ്ങൾ അംഗീകരിക്കാതെ നിങ്ങൾ തിയേറ്ററിൽ വന്ന് സിനിമ കാണുക. ഇത് നല്ല സിനിമയാണ്, ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. ഈ സിനിമ ബ്ലോക്ക് ബസ്റ്ററാണ്. ഇത്രയേ ഉള്ളൂ. വീഡിയോ എടുക്കാൻ വന്ന് ഞാൻ റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ സിനിമ നാട്ടുകാരെ, ഞാൻ കാരണം ഒരു രണ്ടുപേര് കണ്ടു കഴിഞ്ഞാൽ അവരൊരിക്കലും വിഷമിക്കാനില്ല എന്നുള്ളൊരു ധൈര്യമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ സിനിമയുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഓരോ സീനിനും വ്യക്തമായ കഥയോട് ചേർന്ന് നിൽക്കുന്ന കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ വൃത്തിയായിട്ട് ചെയ്ത് നമ്മളെ ഫലിപ്പിക്കാനും പറ്റിയിട്ടുണ്ട്. കഥയോട് ചേർന്ന് നിൽക്കുന്ന ഓരോ സീനും നമുക്ക് ഇമോഷണൽ സൈഡാണെങ്കിലും കോമഡിക്കാണെങ്കിലും ഇടിക്കാണെങ്കിലും എല്ലാത്തിനും നമുക്ക് വ്യക്തമായ കാരണങ്ങളുണ്ട്. അടിപൊളി മൂവിയാണ്, എല്ലാവരും കണ്ടിരിക്കുക. ഓണത്തിന് തൂക്കാൻ പറ്റിയ മൂവിയാണ്. അതുപോലെ തന്നെ സത്യനന്ദിക്കാരൻ്റെ ഒരു എന്താ പൊൻതൂൽ എന്ന് അറിയപ്പെടാൻ പറ്റുന്ന ഒരു മൂവിയിലേക്ക് ഹൃദയപൂർവ്വം ചേർത്ത് വെക്കുന്നു പറഞ്ഞത് ഉറപ്പാണ്. അയ്യോ, പുള്ളിക്കാരിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽ ഇന്നേ വരെ നമ്മൾ ഓരോരോ സീനും ഞെട്ടിച്ചുകൊണ്ടിരിക്കുക. കാരണം വെച്ചാൽ കുറേ കാലങ്ങൾക്ക് ശേഷം ത്രൂ ഔട്ട് ഇത്രയും പ്രാധാന്യമുള്ള കഥാപാത്രം, ഒരു കഥയ്ക്ക് പ്രാധാന്യമുള്ള സിനിമ, ഇത് എല്ലാ തരത്തിലും നമുക്ക് ആ സിനിമയോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രം അവരെല്ലാവരും കേട്ടോ. സംഗീതമൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നില്ല, കോമഡിയുടെ അവർ തമ്മിലുള്ള ആ ലാലേട്ടൻ സംഗീത കോമ്പോ അത് നമുക്ക് വളരെ ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്യുന്ന മൂവി തന്നെയാണ്. നല്ല പടമായിരുന്നു. ഒബ്വിയസ്ലി ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. സത്യനന്ദിക്കാട് ലാലേട്ടൻ കോമ്പോ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രതീക്ഷയിലാണ്. ആ ഒരു പ്രതീക്ഷ നല്ല രീതിയിൽ മീറ്റ് ചെയ്തു. കാരണം എന്നെ സംബന്ധിച്ചോളം ഞാൻ പ്രതീക്ഷിച്ചിരുന്ന വളരെ നല്ലൊരു ഫീൽ ഗുഡ് മൂവി, നമുക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് കണ്ടിറങ്ങുമ്പോൾ നല്ലൊരു പടം കണ്ടിറങ്ങി ഒരു റിഫ്രഷ്മെൻറ്റ് ഇറങ്ങാമെന്നായിരുന്നു. ആ ഒരു സാധനം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ ഈ ലാലേട്ടൻ കുറേ നാളായിട്ട് നെഗറ്റീവൊക്കെ വരുന്നുണ്ട്. ആ ഒരു സാധനമൊക്കെ മാറി ഒരുപാട് പോസിറ്റിവിറ്റി, അതായത് ചെറിയ മൈന്യൂട്ട് സാധനങ്ങൾ അല്ലെങ്കിൽ ചെറിയ മിനിമൽ അഭിനയങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് എക്സ്പ്രസീവായിട്ട് ലാലേട്ടനിൽ കണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിറങ്ങാൻ പറ്റിയ ഒരു സിനിമയാണ് ഹൃദയപൂർവ്വം. അപ്പോൾ വേറൊന്നുമല്ല, ഈ ഒരു ഓണത്തിന് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഓണത്തിന് എന്തായാലും കുടുംബ പ്രേക്ഷകരെ മൊത്തം ലാലേട്ടൻ തൂക്കിയെന്ന കാര്യം എനിക്ക് കൺഫേമായി. അത് തന്നെ പറയുള്ളൂ. എല്ലാവരും കാണുക, നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള മൂവിയാണ്, ഫാമിലിയായിട്ട് നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. തിയേറ്ററിൽ എല്ലാ എക്സ്പീരിയൻസും ഉണ്ട് ഈ പറയുന്നത്. നല്ല ഫിലിമായിരുന്നു. അയ്യോ, ലാലേട്ടൻ ഒരു രക്ഷയില്ല. നമുക്ക് ആ സ്ക്രീനിലേക്കാളെ കാണുമ്പോൾ തന്നെ എന്താ പറയുക, ലാലേട്ടൻ നമുക്ക് ഒരു വികാരം തന്നെയാണ്, അതുപോലെ തന്നെയാണ്. പിന്നെ പടമാണെങ്കിലും അടിപൊളിയായിരുന്നു, കോമഡി സ്റ്റോറിയൊക്കെ ആയിട്ട് നല്ലതായിരുന്നു.